ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലേക്ക് നാം വന്നു. 3-ാം അധ്യായത്തിലെ 8 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. നാമും ഒരു കാലത്ത് അനുസരണം കെട്ടവരായിരുന്നു, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടവരായിരുന്നു. എന്നാൽ മഹാകരുണയാൽ, അവന്റെ കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാൻ കൊണ്ടിടയായി തീർന്നത്. 3-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാലും അതിന്റെ ആ ഒടുവിലത്തെ ഭാഗം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അവിടെ തീത്തോസിനോട് പറയുന്ന പ്രത്യേകതകൾ 7-ാം വാക്യത്തിൽ നമ്മുടെ 6 മുതൽ ഞാൻ വായിക്കുന്നു. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കുവാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണേ എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഇവിടെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു വിട്ടതാണ്. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇതെല്ലാം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവന്റെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ തന്നിരിക്കുന്നു എന്നുള്ളത് 6-ാം വാക്യത്തിൽ കാണുന്നു. എന്നാൽ ഇന്ന് ദൈവം ചെയ്യുന്നത് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് നമ്മുടെ മേൽ നവീകരണ ശക്തി തന്ന് അവന്റെ അവകാശികളാക്കുവാൻ ദൈവം നമ്മെ ഓരോ ദിവസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. നമുക്ക് നിത്യജീവന്റെ വലിയ പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ഉത്സാഹികളായിരിക്കുവാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ ലേഖനത്തിന്റെ തീം തന്നെ അതാണ്, സൽപ്രവൃത്തികൾ എന്നുള്ളതാണ്. സൽപ്രവൃത്തികൾ ചെയ്യണം. സൽപ്രവൃത്തി കൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ആരും സൽപ്രവൃത്തി ചെയ്യുന്നുമില്ല. എന്നാൽ സൽപ്രവൃത്തികൾ ദൈവമക്കൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ലോകക്കാർ ചെയ്യുന്നില്ലെങ്കിലും ദൈവമക്കൾ സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സെൽഫിഷ് സ്വഭാവങ്ങൾ പലപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയും അതോടൊപ്പം തന്നെ നാം ലോകത്തെ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ, രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് ഉള്ള ചിന്താഗതി അനുസരിച്ച് നാം ശരിയായ രീതിയിൽ അവരോട് ഇടപെടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അനേക ആളുകളുടെ അനുഭവത്തിൽ സൽപ്രവർത്തികൾ ചെയ്തതിന്റെ ഫലമായി ദൈവമക്കളായി തീർന്നതുകൊണ്ട്, സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് അത് കണ്ടിട്ട് അനേകർ ദൈവഭാഗത്ത് വരുവാൻ കൊണ്ടിടയായി തീർന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അതേ സ്വഭാവം നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാൻ കൊണ്ടിടയായി തീരണം. നമ്മുടെ പ്രസംഗത്തെക്കാളും നമ്മുടെ സാക്ഷ്യത്തെക്കാളും പലപ്പോഴും വളരെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. നാം ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ ബ്ലോക്കുകളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെയും നാം എപ്പോഴും ഒരു മാതൃകയായി സാക്ഷ്യമായിരിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിലെ ആളുകൾ സൽപ്രവർത്തികൾ ചെയ്യുന്നത് നമുക്കറിയാം. ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ഇവിടെ തന്നെ നാം ഈ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരുണ്ട്. ചിലരെയൊക്കെ നാം ചിന്തിച്ചു നോക്കിയാൽ ഹെൽപ്പ് ചെയ്തതിന്റെ പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട്. ഇൻഷുറൻസ് പോളിസി കിട്ടാൻ വേണ്ടി, ബിസിനസ് കിട്ടാൻ വേണ്ടി, ഇങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം അതാ. എന്നാൽ നാം സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം നമ്മുടെ സഭയിൽ ആള് കൂടണമെന്നുള്ള, അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിനുവേണ്ടി ആയിരിക്കരുത്, കർത്താവിന് വേണ്ടി ആയിരിക്കണം നാം ചെയ്യുന്നത്. നമ്മുടെ സഭയെ വന്നാലും അടുത്തുള്ള മറ്റു സഭയെ പോയിരുന്നാലും അവർ കർത്താവിന്റെ സ്നേഹം അറിയണം, കർത്താവിന്റെ കൃപ അറിയണം. ഇത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അപ്പോൾ നിത്യജീവന്റെ പ്രത്യാശയുള്ളവരെല്ലാം അവരുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഉത്സുകരായിരിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് നന്മ ചെയ്യുവാനായി, മറ്റുള്ളവരെ സഹായിക്കാനായി ഒരവസരം കിട്ടിയാൽ അത് നാം ദുർവിനിയോഗം ചെയ്യരുത്.
ഒരാൾ ഒരു നീഡിലിരിക്കുമ്പോൾ, ഒരു പ്രയാസത്തിലിരിക്കുമ്പോൾ അവൻ പെന്തക്കോസ്തുകാരനല്ല എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ അവസരമുണ്ടെങ്കിലും ചെയ്യാതെ പോകാൻ പാടില്ല. സൽപ്രവർത്തികൾ ചെയ്യണം. അത് വളരെ ശക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യുന്നത്, നമുക്ക് പ്രസംഗിക്കുന്നത്, പാട്ടുപാടുന്നത്, അല്ലെങ്കിൽ ചർച്ചിൽ ജോലികൾ ചെയ്യുന്നത് ഒക്കെ ദൈവത്തിന്റെ വേലയായി നാം കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ദൈവം മാനിക്കുന്ന ഒന്നാണ് മറ്റുള്ളവർക്ക് ഒരു പ്രയാസം. ഉദാഹരണത്തിന് ആരും ഹെൽപ്പില്ലാത്ത ഒരാള് വളരെ പ്രയാസമായി ജീവിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രായമുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ബേബി സിറ്റിംഗ് നടത്തുവാൻ, ഇതെല്ലാം ദൈവത്തിന്റെ വേലയായി കൺസിഡർ ചെയ്യുവാനുള്ള മനോഭാവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം ഒരു നിത്യജീവന്റെ അവകാശികളായി അപ്രത്യാശയോടെ ജീവിക്കുന്ന നാം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മുടെ നെയ്ബേഴ്സിനെ സെർവ് ചെയ്യുവാനും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. അത് മറ്റൊരു ഉദ്ദേശത്തോടും കൂടെ ആയിരിക്കരുത്. ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ കർത്താവിന് പ്രസാദം പെരുമാറാൻ ആ രീതിയിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, ഇത് ചെയ്യേണ്ടത് നീ ഇത് ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. Those who have believed God will be careful to engage in good deeds. These things are good and profitable for men. എന്ന് പറഞ്ഞിട്ട് ഇനി വേറെ ചില കാര്യങ്ങളാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ തീത്തോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ചെയ്യേണ്ടതായ ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. സമ്മറി ഇൻസ്ട്രക്ഷൻസ് ടു ടൈറ്റസ്. അതാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. അവിടെ തീത്തോസിന് മാത്രമല്ല തിമോത്തിയോസിനും ഇതുപോലുള്ളതായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഉള്ളതായ ഇൻസ്ട്രക്ഷൻസ് എന്താണ്? 9 വാക്യങ്ങൾ മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. മുമ്പേ നമ്മൾ വായിച്ച സൽപ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ് അത് പ്രോഫിറ്റബിൾ ആണ്, അത് ഗുഡാണ്. എന്നാൽ ഇവിടെ ഈ മൗഢ്യതർക്കം, വംശാവലി, കലഹം, ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദം, അതിനെക്കുറിച്ച് പറയുകയാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അൺപ്രോഫിറ്റബിൾ ആണ്, വർത്ത്ലെസ് ആണ്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ, തിമോത്തിയോസിനും തീത്തോസിനും ഒരേപോലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം നമ്മളൊന്ന് എടുത്താൽ 1 തിമോത്തിയോസ്, 1 തിമോത്തി 1-ാം അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ വാക്യം, മലയാളത്തിലാണെങ്കിൽ 3-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എടുത്തവരുണ്ടെങ്കിൽ വായിക്കാം. ഉദ്ദേശിക്കുന്നതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ഇവരോട് ആജ്ഞാപിക്കാനുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചതാണ്. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി മാത്രമാണ്. തീത്തോസിനും തിമോത്തിയോസിനും ഒരേ വിഷയം തന്നെയാണ് പറയുന്നത്. തിമോത്തിയോസ് ശുശ്രൂഷിക്കുന്നത് അന്നത്തെ ഒരു വലിയ സിറ്റിയായ എഫെസോസിലാണ്. തീത്തോസ് ശുശ്രൂഷിക്കുന്നത് വലിയ സിറ്റി അല്ല, ക്രേത്തയിലാണ്. അത്രത്തോളം പ്രചാരമുള്ളതല്ല, ഒരു ചെറിയ കൂട്ടമാണ് അവിടെ ഉള്ളത്. അവരോട് പറയുകയാണ് സെയിം തിങ് തന്നെയാണ് പറയുന്നത്. തിമോത്തിയോസിന്റെ തന്നെ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ കാര്യം തന്നെ നമുക്ക് കാണുന്നുണ്ട്. 6-4 ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നവരെ കുറിച്ച് വായിക്കുന്നു. അതിന്റെ തന്നെ 20-ാമത്തെ വാക്യത്തിൽ, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വ്യാജമായി പേര് പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. ഇവിടെ തീത്തോസിനോട് പറയുകയാണ്, മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്, പ്രോബ്ലം ഒന്നുമില്ലാത്ത ഒരു ചർച്ച നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ പ്രോബ്ലം ഒന്നുമില്ലാത്ത ഒരു ചർച്ചയില്ല.
കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ ചർച്ചിൽ വരുന്നിടത്തോളം കാലം പ്രോബ്ലംസ് ഉണ്ടാകും. അത് എഫെസോസിലും ഉണ്ടാകും, അത് ക്രേത്തയിലും ഉണ്ടാകും, അത് കൊരിന്തിലും ഉണ്ടാകും. എന്നാൽ അത് അവോയ്ഡ് ചെയ്യുവാനായി ലീഡർഷിപ്പിലുള്ള തീത്തോസ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ട 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ നീ അവോയ്ഡ് ചെയ്യണം. ഒന്ന്, മൗഢ്യതർക്കം, ക്വസ്റ്റ്യൻസ്, ഫൂളിഷ് ക്വസ്റ്റ്യൻസ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു. അവോയ്ഡ് ചെയ്യുക, ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതിന് അതിൽ നീ അങ്ങ് നിന്റെ മുഖം തിരിച്ചു കളയണം എന്നുള്ള മീനിങ് ആണ്. അതിന് നീ ശ്രദ്ധ കൊടുക്കരുത്, അതിൽ നീ ഇൻവോൾവ് ആകരുത്, അതിനെക്കുറിച്ച് നീ ഒട്ടും അതിനെ ശ്രദ്ധിക്കുവാൻ ഇടയാകരുത്. മൗഢ്യതർക്കം, കോൺട്രവേഴ്സി, സ്പെക്കുലേഷൻസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് അതിനകത്തുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ തർക്കിക്കുക. ചില ആളുകൾ ഒരു പ്രയോജനവുമില്ലാത്ത നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് തർക്കിക്കുന്നവരുണ്ട്. ജീനിയോളജീസ്, വംശാവലി, ഇത് പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ജീനിയോളജി ഉദ്ദേശിച്ചാണ് പറയുന്നത്. ജീനിയോളജി പുതിയ നിയമത്തിൽ പലയിടത്തും ഉണ്ടല്ലോ. നാം ചില അധ്യായങ്ങളൊക്കെ വായിച്ചാൽ അവിടെയെല്ലാം ആളുകളുടെ പേരുകളാണ് കാണുവാനായി സാധിക്കുന്നത്. അന്നത്തെ ദുരുപദേശക്കാർ ചെയ്തതായ കാര്യങ്ങൾ, ജീനിയോളജി ഇങ്ങനെ പിതാക്കന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് മിത്തുകൾ, ഈ കഥകൾ ഉണ്ടാക്കി സ്റ്റോറീസും മിത്തുകളും ചേർത്തിട്ട് ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ വംശാവലികൾ, ആവശ്യമില്ലാത്ത വംശാവലികൾക്കൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് കാണുവാനായി സാധിക്കുന്നത്. വേറെ ഒന്ന് കലഹം, കണ്ടൻഷൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. വേറൊന്ന് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദം, സ്ട്രൈവിംഗ് അബൌട്ട് ദ ലോ, മോസൈക്ക് ലോ, മോശ കൊടുത്തതായ ന്യായപ്രമാണം, അതിനെ കുറിച്ച് വാദിക്കുക. ഈ 4 കാര്യങ്ങൾ നീ ഒഴിഞ്ഞിരിക്കുകയാണ്. മൗഢ്യതർക്കം, വംശാവലി, കലഹം, ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദം, ഇതെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്നാണ് 9ാം വാക്യത്തിൽ പറയുന്നത്. ഇത് നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. പിന്നെ വേറെന്ന് പറയുന്നത് ഹെറിറ്റിക് ആയിട്ടുള്ള ആളുകളെ അതിനെക്കുറിച്ച് പറയുന്നത് സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കുക. റിജക്ട് എ ഫാക്ഷ്യസ് മാൻ ആഫ്റ്റർ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വാർണിംഗ്. ഡിറിസീവ് പേഴ്സൺ, ഡിവിഷൻസ് ഉണ്ടാക്കുക എന്നുള്ള ചെയ്യുന്ന ആളുകളുണ്ട്. ആളുകൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒന്നുകിൽ ഉപദേശങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആത്മീയകാര്യങ്ങൾ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ആളുകളുടെ പിന്നാലെ വലിക്കുവാൻ, ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ചർച്ചിലെ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ തന്റെ പിന്നിലാക്കുവാനായി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ ഭിന്നത ഉണ്ടാക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കണം, വാൺ ചെയ്യണം, 1-2 പ്രാവശ്യം വാൺ ചെയ്യണം. പിന്നെ ആളിനെ അങ്ങ് കളഞ്ഞേക്കണം, റിജക്ട് ചെയ്തേക്കണം. 1-2 വട്ടം ബുദ്ധി ഉപദേശിച്ച ശേഷം ഒഴിവാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. അവരെ കുറിച്ച് പറയുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് അല്ലെങ്കിൽ വക്രബുദ്ധി. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ക്രുക്കഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിവിഷൻസ് ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതത്തിലൊക്കെ ക്രുക്കഡ്നെസ് ഒരുപാടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരിട്ട് ചുവനേരെ ഉള്ള കാര്യങ്ങൾ പറയാതെ പകുതി സത്യം പറഞ്ഞ് പകുതി കാര്യങ്ങളെ പറഞ്ഞിട്ട് ആളുകളെ വശത്താക്കാനായി ശ്രമിക്കുന്ന രീതികൾ, അതാണ് ക്രുക്കഡ്നെസ്. ക്രുക്കഡ് ആയിട്ടുള്ള ആളുകൾ ഇവര് സിൻഫുൾ ആണ്. സിൻഫുൾ ആണ് എന്ന് മാത്രമല്ല വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഇത് കുറ്റമാ ചെയ്യുന്നത്, പാപമാ ചെയ്യുന്നത്, എന്നിട്ട് അവരെ തന്നെ കുറ്റം വിധിച്ചിരിക്കുകയാണ്. സിന്നിങ് ആൻഡ് ഹി നോസ് ഇറ്റ്. സെൽഫ് കണ്ടംഡ് ആയിരിക്കുന്ന ആളുകൾ, അനേക പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന അനേക ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വളഞ്ഞ വഴികളും ഒത്തിരി ക്രിക്കറ്റ്നെസ്സും അല്ലെങ്കിൽ ദൈവത്തിൽ നകന്ന പാപം ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണിടയായിത്തീരുന്നതാണ്. ഇതാണ് അനേകരുടെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ട് തീത്തോസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇനിയും ഒടുവിലായി ചില ഫൈനൽ റിമാർക്സുകളാണ് പൗലോസ് തീത്തോസിനോട് പറയുന്നത്. 12 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു,
ഞാൻ അർത്തമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കപ്പൊലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക. അവിടെ ഞാൻ ശീതകാലം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിക്കപ്പൊലീസ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് പ്രധാനമായും 3 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു നിക്കപ്പൊലീസ്. എന്നാൽ ഇത് ഗ്രീക്കിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു പട്ടണമായിട്ടാണ് ചിന്തിക്കുന്നത്. അവിടെ വന്നു ചേരുവാനായിട്ട് ശ്രമിക്കുക. അവിടെ തീത്തോസ് വരണമെങ്കിൽ റീപ്ലേസ് ചെയ്യുവാനായി ആരെങ്കിലും 2 പേരെ അയക്കുന്ന പേരാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന പേര് അർത്തമാസ തിഹിക്കോസ്. അർത്തമാസിനെ കുറിച്ച് വേറെ എങ്ങും പരാമർശിച്ചിട്ടില്ല. നമുക്ക് അർത്തമാസ് ആരാണെന്നുള്ളത് അറിയത്തില്ല. പൗലോസിന്റെ സഹപ്രവർത്തകനോ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ഒരു നല്ല ദൈവദാസനോ ആയിരിക്കാം എന്ന് ഊഹിക്കുന്നു. തിഹിക്കോസിനെ കുറിച്ച് പലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ മലയാളത്തിൽ വായിച്ചാൽ തുഹിക്കോസ് എന്നായിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സെയിം സ്പെല്ലിംഗ് തന്നെയാണ്. ഇത് സെയിം ആള് തന്നെയാണ് തിഹിക്കോസ്. ഇത് പൗലോസിന്റെ ഒരു നല്ല സഹപ്രവർത്തകനായിട്ടാണ് തിഹിക്കോസിനെ നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യർ 6-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ ഈ തിഹിക്കോസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ തിഹിക്കോസിന്റെ പ്രത്യേകതകൾ പറയുകയാണ്. പൗലോസ് പറയാണ്, അവൻ എനിക്ക് പ്രിയ സഹോദരനാണ്, തന്നെയുമല്ല കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമാണ്. അപ്പോൾ അദ്ദേഹം ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനായ ആളാണ് തിഹിക്കോസ്. എന്നിട്ട് വായിച്ചിട്ട് ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഓക്കെ, തിഹിക്കോസ് പൗലോസിന്റെ ഏറ്റവും അടുത്ത ആളാണ്. വളരെ പൗലോസിന് ഇഷ്ടമായിട്ടുള്ള ആളായിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. കൊലോസിയർ എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും. ഇവിടെ സെയിം കാര്യമാണ് തിഹിക്കോസിനെ കുറിച്ച് പറയുന്നത്. വായിച്ചത് സഹകൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. തിഹിക്കോസിനെ കുറിച്ച് പറയുന്ന അവൻ വിശ്വസ്ത ശുശ്രൂഷകനാണ്, പ്രിയ സഹോദരനാണ്, സഹശുശ്രൂഷകനാണ്. ഇങ്ങനെ പൗലോസിന്റെ ഒരു കോവർക്കറായി അനുഗ്രഹീതനായ ഒരു ദൈവദാസനായിട്ടാണ് നമുക്ക് തിഹിക്കോസിനെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ തീത്തോസ് നിക്കപ്പൊലീസിൽ വന്ന പൗലോസിനോട് ചേരണമെങ്കിൽ ക്രേത്തയിലെ കാര്യങ്ങൾ ചെയ്യുവാനായി, റീപ്ലേസ് ചെയ്യുവാനായി പൗലോസ് പറയാണ്, ഒന്നിൽ ഞാൻ അർത്തമാസിനെയോ അല്ലെങ്കിൽ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുക. അപ്പോൾ നീ വന്ന് എന്നോടുകൂടെ ചേരണം. അവിടെ ഞാൻ ശീതകാലം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് എഴുതുന്ന സമയത്ത് പൗലോസ് അവിടെ അല്ല, അതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിന്റർ സീസൺ അവിടെ സ്പെൻഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് നീ അവിടെ എന്നോടുകൂടെ വന്നു ചേരണമെന്നാണ് പറയുന്നത്. പൗലോസ് ഇത് എഴുതിയ സമയത്ത് തനിക്ക് യാത്ര ചെയ്യുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാനായി സാധിക്കും. എന്നാൽ ഇവിടെ തീത്തോസിനെ റീപ്ലേസ് ചെയ്യുവാൻ ഇവർ വരുമ്പോൾ തന്നെ വേറെ 2 പേരെ കൂടെ കൊണ്ടുവരുന്ന കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. അവര് കൂടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടില്ല. എന്നാൽ വേദപണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത് പൗലോസിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ 2 പേരെ കൂടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? അവരുടെ പേരുകൾ എന്താണ്? ന്യായശാസ്ത്രിയായ സേനാസ്, അപ്പല്ലോസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സേനാസിനെ കുറിച്ച് നമുക്കറിയത്തില്ല. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ലോയർ എന്നാണ്, ന്യായശാസ്ത്രി എന്നാണ്. ലോയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മോശയുടെ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്ന, അത് ഹാൻഡിൽ ചെയ്യുന്ന അവരെ ലോയേഴ്സ് എന്ന് പറയാറുണ്ട്, ന്യായശാസ്ത്രി എന്ന് പറയാറുണ്ട്. ഇദ്ദേഹം സേനാസ് ഒരു യഹൂദനാണെങ്കിൽ ചിലപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലെ ശാസ്ത്രിയായിരിക്കാം. എന്നാൽ ജാതിയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളാണെങ്കിൽ, സേനാസ് ആണെങ്കിൽ അദ്ദേഹം ഒരു റോമൻ ലോയർ ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വേദപണ്ഡിതന്മാരെ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ബഹുഭൂരിയും ആളുകളും വിശ്വസിക്കുന്ന ഇദ്ദേഹം ഒരു ലോയറാണ്, റോമൻ ലോയർ ആയിരുന്നു എന്നാണ്. പൗലോസിന് ഒരു പക്ഷേ ഇനിയും തനിക്ക് റോമൻ ചക്രവർത്തി തന്നെ കൂടുതൽ കഷ്ടപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു. എന്നാൽ ലീഗലായി തനിക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ സേനാസിനെ അവിടെ താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ലീഗൽ റീസൺസ് ഉള്ളത് കൊണ്ടായിരിക്കാം വിശ്വാസിയായി തീർന്ന ഈ ലോയറെ പൗലോസ് ആവശ്യപ്പെടുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എനിവേ, ഈ സേനാസും
അപ്പല്ലോസും അവിടെ വരേണ്ടതിനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അപ്പല്ലോസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പല്ലോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പല്ലോസ് ഒരു അനുഗ്രഹീതനായ ഒരു യഹൂദനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. പൗലോസിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളതായ വളരെ പ്രസിദ്ധനായ ഒരു കോവർക്കർ ആയിരുന്നു അപ്പല്ലോസ്. അപ്പല്ലോസിന്റെ സ്വന്തം സ്ഥലം അലക്സാൻഡ്രിയ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായി സാധിക്കുന്നുണ്ട്. 18-ന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള ഭാഗമാണല്ലോ. അവിടെ വായിച്ചാൽ അപ്പല്ലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവൻ വാക്വൈഭവമുള്ള ആളായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ now a Jew named Apollos, an Alexandrian by birth, an eloquent man, came to Ephesus and he was mighty in the scripture. തിരുവെഴുത്തിൽ വളരെ സാമർഥ്യമുള്ള ആളായിരുന്നു. എന്നാൽ വളരെ പ്രസംഗ കഴിവുള്ള, വാഗ്വൈഭാവം ഉള്ളതായ, നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ച ആളാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എങ്കിലും യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രമേ തനിക്ക് അറിയത്തുള്ളായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് യഹൂദന്മാരുടെ സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങി. 26-ാം വാക്യത്തിൽ അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അഖിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവനെ ചേർത്തുകൊണ്ടു ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. വളരെ ശക്തനായ പ്രസംഗനാണ് അപ്പല്ലോസ് എങ്കിലും അവൻ യേശുക്രിസ്തുവിന്റെ മാർഗത്തെ കുറിച്ച് അറിയാമെങ്കിലും വിശ്വസിച്ചതിന് ശേഷമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് തനിക്കറിയത്തില്ലായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ അഖിലാവും പ്രിസ്കില്ലയും ഇദ്ദേഹത്തെ വീട്ടിൽ ചേർത്തുകൊണ്ട് ഈ ഉപദേശങ്ങൾ വളരെ സൂക്ഷ്മമായി അവന് പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്ക ഇടയായി തീർന്നു. അവൻ അത് കേട്ടതുകൊണ്ട് വളരെ ശക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവൻ അഖായയിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടപ്പോൾ അവിടെയുള്ള ചർച്ചിലെ സഹോദരന്മാരെല്ലാം കൂടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൊടുത്ത് ഇദ്ദേഹത്തെ യാത്ര അയക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊരിന്തിലെ വിശുദ്ധന്മാര് അവിടെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ആരുടെ പക്ഷമാ? അപ്പല്ലോസിന്റെ പക്ഷം. അവൾ അപ്പല്ലോസ് അത്രമാത്രം ശക്തനായ ഒരു ദൈവദാസനായിരുന്നു. അപ്പല്ലോസിനെ അവിടെ പൗലോസ് പറയാണ്, ചിലർ പൗലോസിന്റെ പക്ഷക്കാർ, ചിലർ അപ്പല്ലോസിന്റെ പക്ഷക്കാർ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോലും. അവിടെ താഴോട്ട് ഇനി വായിച്ചു വരുമ്പോൾ പലയിടങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ സാധാരണ മനുഷ്യരല്ലേ. അവ ആരുടെയും പക്ഷക്കാരനാണെന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ സാധാരണ മനുഷ്യരാണ്, നിങ്ങൾ മിയർമെൻ എന്നാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. പറഞ്ഞാൽ ശരിക്ക് ആത്മീയ അല്ലാത്ത അവസ്ഥയാണ് ഓരോരുത്തരുടെ പക്ഷം തിരിയുവാൻ തക്ക ഇടയായിത്തീരുന്നത്. 4-6 മുതലുള്ളതായ വാക്യങ്ങളില് നമുക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവിടെ പറയാണ്, 5-ാം വാക്യത്തിൽ പറയാണ്, അപ്പല്ലോസ് ആര്, പൗലോസ് ആര്? പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിക്കുവാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. നമ്മുടെ വിഷയം അപ്പല്ലോസിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പല്ലോസ് വളരെ ശക്തനായ പ്രസംഗനാണ്. കൊരിന്തിലെ ഒരു ഗ്രൂപ്പ് ആളുകൾ അപ്പല്ലോസിന്റെ പക്ഷം തിരിഞ്ഞിരിക്കുകയാണ്. പൗലോസ് തന്നെ പറയുകയാണ്, അപ്പല്ലോസ് ദൈവം കൊടുത്ത ശുശ്രൂഷ തനിക്ക് താൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ആ വാക്യം നാം ഓർത്തു കൊള്ളണം. I planted, Apollos watered, but God was causing the growth. ആരാണ് വളർത്തുന്നത്? ദൈവമാണ് വളർത്തുന്നത്.
God is the one causing the growth. അതുകൊണ്ട് അപ്പല്ലോസ് ഒന്നുമില്ല, പൗലോസ് ഒന്നുമില്ല, അതാ സമയത്ത് ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിനാണ് മഹത്വമെല്ലാം കൊടുക്കേണ്ടത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക മാത്രമാണ് ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, അപ്പല്ലോസിന്റെ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പല്ലോസിന്റെ ഒരു പ്രത്യേക ദർശനവുമാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. 12 അപ്പല്ലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. ആ കൊരിന്ത്യയിലുള്ളതായ ആളുകൾ പറഞ്ഞ കാര്യത്തിന്, അല്ലെങ്കിൽ പൗലോസിനെ അറിയിച്ച കാര്യത്തിന് മറുപടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അവര് ആ വാക്യം വായിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, അവിടെ കൊരിന്ത്യയുള്ള ആളുകൾക്ക് അപ്പല്ലോസ് അവിടെ ചെല്ലണമെന്ന് വലിയ നിർബന്ധമാണ്. അപ്പല്ലോസ് വലിയ പ്രസംഗനാണ്, തന്നെയുമല്ല അപ്പല്ലോസിന്റെ പക്ഷക്കാരുണ്ടല്ലോ അവിടെ. അപ്പൊ അതുകൊണ്ടായിരിക്കാം പൗലോസ് അതിനോട് അറിയിച്ചു, ഇങ്ങനെ അപ്പല്ലോസിനെ കൊണ്ടുവരണം, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, അപ്പല്ലോസിന് അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു, എങ്കിലും ഇപ്പോൾ വരുവാൻ അവനൊട്ടും മനസ്സായില്ല. വായിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്ത, അപ്പല്ലോസിനും അറിയാം അവിടെ അപ്പല്ലോസിന്റെ ഗ്രൂപ്പ് പിടിച്ചിരിക്കുന്നവരുണ്ടെന്ന്, അതുകൊണ്ട് പർപ്പസ്ലി അപ്പല്ലോസ് പോകാതിരുന്നാണെന്നാണ് എനിക്കത് വായിച്ചപ്പോൾ പെട്ടെന്ന് തോന്നിയത്. അവസരം കിട്ടിയാൽ അവൻ വരും. അപ്പോൾ അപ്പല്ലോസിന്റെ പ്രത്യേകത, അവൻ വാഗ്വിഭാഗമുള്ള ശക്തനായ പ്രസംഗനാണെങ്കിലും അവൻ ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. അവന് വളരെ ശക്തനായ പ്രസംഗകനാണെങ്കിലും അത്രയും പ്രസംഗിക്കാത്ത, അത്രയും കാര്യങ്ങൾ ചെയ്യാത്ത അക്വിലാവും പ്രിസ്കില്ലയും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അതനുസരിച്ച് ശുശ്രൂഷിക്കുകയും ചെയ്ത് കൊരിന്തിലെ ആളുകൾ അപ്പല്ലോസിന്റെ ഗ്രൂപ്പ് പിടിച്ചിരുന്നപ്പോഴും അവിടെ പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ജീവിച്ചിരുന്ന വളരെ നല്ലൊരു മനുഷ്യൻ. ആ അപ്പല്ലോസിനെയാണ് എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് പറയുവാന്നൊക്കെ ഒന്ന് ഇടയായി തീർന്നത്. തന്നെയല്ല, നമ്മുടെ ഇവിടെ പൗലോസ് അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സേനാസ് അപ്പല്ലോസ് ഇവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരു മുട്ടും വരാത്തവണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മെറ്റീരിയൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് തീത്തോസിനോട് പറയുന്നത്. ഒന്നുകിൽ തീത്തോസിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ തീത്തോസ് സൂക്ഷിക്കുന്ന സഭയിൽ നിന്ന് ചെയ്യണമെന്നുള്ളതാണ്. ഹോസ്പിറ്റാലിറ്റി വേദപുസ്തകത്തിൽ അത് വളരെ കാണുവാനായി സാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇന്റർ മിനിസ്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുന്ന ആളുകൾ, അവർക്ക് താമസിക്കാനുള്ളതായ സൗകര്യം, അവർക്ക് യാത്രയ്ക്കുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കണമെന്നുള്ളത് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, അവർക്കൊരു മുട്ടും വരരുത്, അവരെ നന്നായി യാത്ര അയക്കണം, അവരുടെ മെറ്റീരിയൽ അസിസ്റ്റൻസ് നീ ടേക്ക് കെയർ ചെയ്യണം. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന ഒന്നാണ്. നാം അത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇവിടെ തരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, വരാത്തവണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കുവാൻ പഠിക്കട്ടെ. അവർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും, വിശ്വാസികൾ എല്ലാവരും, must also learn to engage in good deeds, to meet pressing needs, so that they will not be unfruitful. ഫലമുള്ളവരായി തീരുവാൻ, മറ്റുള്ളവരുടെ നീഡ് അനുസരിച്ച്, പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ളവർ വരുമ്പോൾ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ നീഡിയായിട്ടുള്ള വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വരുമ്പോൾ കണ്ണടച്ച് കളയാതെ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നാം ഡിസൈൻ ചെയ്ത് ഓരോരുത്തർ ശുശ്രൂഷിക്കുമ്പോൾ നമുക്കറിയാം, ഓരോരുത്തർ നീട് പറയുമ്പോൾ നമുക്കറിയാം, അതനുസരിച്ച് ചെയ്യുവാനുള്ള കടപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുവാൻ തക്ക ഇടയായി തീരുകയാണ്. ഇവിടെ പറയാണ്, ഫലമില്ലാത്തവരാകാതെ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കുവാൻ പഠിക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. മെയിൻറ്റെയിൻ ഗുഡ് വർക്ക്സ്. ക്രേത്തയിലുള്ള ആളുകൾ അവർ വളരെ മടിയന്മാരാണ്, അലസന്മാരാണ്, അസത്യവാദികളാണ്, വിഷജന്തുക്കളാണ്. എങ്കിലും അവരെ നീ പഠിപ്പിക്കേണ്ടത് സൽപ്രവർത്തികൾ ചെയ്യുവാൻ പഠിപ്പിക്കണം, അവരത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. തന്നെയുമല്ല, ഗീവ് പ്രയോറിറ്റി ടു ഗുഡ് വർക്ക്. ഗുഡ് വർക്കിന് പ്രയോറിറ്റി കൊടുക്കണം, സൽപ്രവർത്തികൾ ചെയ്യുവാൻ പ്രയോറിറ്റി കൊടുക്കുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. അവസാനിപ്പിക്കുമ്പോൾ സാധാരണ ലേഖനത്തിൽ തന്നെ പോലെ എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക.
കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് പ്രത്യേകിച്ച് ഈ ലേഖനത്തിലെ കണ്ടൻസ് അതാണല്ലോ, തീം അതാണല്ലോ, സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. ദൈവം നമുക്ക് അവസരം തരുന്നത് പോലെ നന്മകൾ ചെയ്താൽ, മറ്റുള്ളവരെ സ്നേഹിച്ചാൽ, അവർക്ക് ഉപകാരങ്ങൾ ചെയ്താൽ അതൊരിക്കലും നഷ്ടമായി തീരുകയില്ല. കഴിഞ്ഞ ദിവസം എന്നൊരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെയുള്ള ചിലർക്കൊക്കെ അറിയാവുന്ന ഒരു ബ്രദറുണ്ട്. എനിക്കൊരു ലെറ്റർ അയച്ചിട്ട് താന് ടൈംസ് സ്ക്വയർ ചർച്ചിൽ പോകുന്ന ആളാണ്. അവിടുത്തെ മിനിസ്ട്രി ഒക്കെ തനിക്കുണ്ട്. അനിൽ എന്ന് പറയുന്ന അനില് ഒരു പഠിക്കുന്നതിന് വേണ്ടി ഒരു ബൈബിൾ കോളേജിലായിരിക്കാം, മിഷൻ വർക്കിനൊക്കെ പലയിടത്ത് പോകും. റിപ്പോർട്ടൊക്കെ എഴുതിയതിനകത്ത് നമ്മുടെ ചർച്ചിനെ കുറിച്ച് എന്റെ പേരും ഒക്കെ എഴുതി, എന്നിട്ട് അതിന്റെ ഒരു കോപ്പിയൊക്കെ വെച്ചാണ് അയക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ അത്രയൊന്നും ഓർക്കുന്ന പോലുമില്ല. തന്റെ പേരൻസ് ചർച്ചയിൽ വരാത്തപ്പോഴും അന്നൊക്കെ കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോയി അദ്ദേഹത്തെയും ഇളയ സിസ്റ്ററിനെയും എന്നും സൺഡേ പോയി വിളിച്ചുകൊണ്ട് വരികയും സൺഡേ സ്കൂളിൽ ഇരുത്തുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അത് കൊച്ചു കാര്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ ഇന്ന് അനിലിനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീർന്നു എന്നാണ് താൻ പറയുകയും പേപ്പർ എഴുതുകയും ചെയ്തതിനകത്തൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അത് എത്ര ഫലവത്തായി തീരും എന്നുള്ളത് നമുക്ക് അപ്പോഴറിയത്തില്ല, പിന്നീട് മാത്രമേ അറിയുള്ളൂ. അവരുടെ സൽപ്രവർത്തികൾ ഉത്സാഹികളായിരിക്കാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടിയെന്ന് വരത്തില്ല, എപ്പോഴും ആരോഗ്യം കിട്ടിയെന്ന് വരത്തില്ല. നമുക്ക് അവസരം കിട്ടും പോലെ ചെയ്യണം. നാം ചെയ്യുന്നത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമുക്ക് ബിസിനസ് കിട്ടാനോ നമ്മുടെ കാര്യം നേടാനോ വേണ്ടിയല്ല, കർത്താവിനെ ഉയർത്താൻ വേണ്ടി, കർത്താവിന്റെ നാമം മഹത്വമെടുക്കുവാൻ ഇടയായി തീരണം. അതിനാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതിനാണ് ദൈവം നമ്മെ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് അനേക ആളുകൾ ക്രിസ്ത്യാനികളായി തീർന്നതൊക്കെ സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനം. നമ്മളൊക്കെ പറയാറുണ്ട് സോപ്പ് ചീപ്പ്, സോപ്പ് സൂപ്പർ ചീപ്പില്ല, സാൽവേഷൻ. അപ്പൊ അതൊരു നല്ല രീതി അല്ലെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലൊക്കെ കടന്നുകൂടിയിരിക്കുന്നത്. അങ്ങനെ ആളുകളെ അത് കൊടുത്തിട്ട് ക്രിസ്ത്യാനി ആക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ നാം ക്രിസ്ത്യാനികളായതുകൊണ്ട് നീടിലിരിക്കുന്ന ഒരാളിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ കണ്ണടച്ച് കളയാൻ പാടില്ല. അത് നാം ചെയ്യുന്നത് ദൈവനാമ മാറ്റത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഫലവത്തായി തീരുവാൻ തക്ക ഇടയായി തീരും. നമുക്ക് എത്രയോ അവസരങ്ങളുണ്ട്. നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അടുത്തറിയത്തില്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒത്തിരി പേരുടെയും കാര്യങ്ങൾ അടുത്തറിയാം. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ വിഷമവും സങ്കടവും നാം ക്ലോസറായി നാം അത് മറ്റുള്ളവരോട് പറയാതെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയാണെന്ന് അറിയുകയാണെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്യും. അവരുടെ മറ്റുള്ളവരോട് പറയാത്ത കാര്യങ്ങളൊക്കെ പറയും. ആ സാഹചര്യം വരുമ്പോൾ നമുക്ക് ദൈവസ്നേഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായും അതൊരു സാക്ഷ്യമായിരിക്കും. ഒരു ട്രാക്ട് കൊടുക്കുന്ന പോലെ അത് വിലയുള്ളതായിരിക്കും. അവിടെ നമുക്ക് എന്നാൽ അതേസമയം തന്നെ തിരിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് നാം കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഹെഡേക്കായി, ഒരു പ്രോബ്ലമായി, ഒരു കംപ്ലൈന്റ് ആയിട്ടൊക്കെ തീരുകയാണെങ്കിൽ അത് എന്തോ ഒരു സാക്ഷ്യമില്ലായ്മയാണ്. നമുക്ക് അങ്ങനെ ആയിരിക്കുവാനായിട്ട് പാടില്ല. നമുക്ക് വലുത് നമ്മുടെ ജോലിയെക്കാളും കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെക്കാളും വലിയ കാര്യം കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സൽപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് നാം ഓർത്തിരിക്കുകയാണ്.